പലതരം മനുഷ്യർ പല രീതിയിൽ വ്യാഖ്യാനിച്ചെടുക്കേണ്ട വിധത്തിൽ വൈവിധ്യമാർന്ന വിധത്തിലുള്ള ഒരു വലിയ അനുഭവത്തിൻ്റെ പേരാണ് യേശു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ഗുരുഗണത്തിലേക്ക് സ്നേഹവന്ദനം. ഇന്ന് വളരെ ഹൃദ്യമായൊരു പുസ്തക പ്രകാശന കർമ്മത്തിൽ പങ്കുചേർന്നു. ഹന്ന എന്ന പേരുള്ള ഹന്ന ആലിസ് സൈമൺ എന്ന പേരുള്ള ഒരു ടീനേജ് മകളുടെ പുസ്തകമാണ്. വെൽക്കം ഹോം എന്നാണ് ഗ്രന്ഥത്തിൻ്റെ ശീർഷകം. 6 കഥകളാണ്. സ്ത്രീ കേന്ദ്രീകൃതമായോ അല്ലെങ്കിൽ പെൺകുട്ടിയെ കേന്ദ്രീകരിച്ചൊക്കെ ഉള്ള 6 കഥകളാണ്. ഹന്നയുടെ ഒരു പ്രത്യേകത, അവൾക്കിങ്ങനെ പതുക്കെ കാഴ്ച കുറഞ്ഞു വരുന്നു. ഏകദേശം സമയം നല്ല ബുദ്ധിമുട്ടിലാണ് ഹന്നയുടെ കാഴ്ച. അത്തരമൊരു ഘട്ടത്തിൽ ഇങ്ങനെ ഡെസ്പെറേറ്റ് ആകാതെ ഒരു പെൺകുട്ടി എത്ര ഊർജ്ജസ്വലയായിട്ടും എത്ര ഉത്സാഹത്തോടും കൂടിയുമാണ് ജീവിതത്തെ അഡ്രസ്സ് ചെയ്യുന്നുള്ള ഒരു ഭംഗിയാണ് അവളുടെ ജീവിതവും അവളുടെ സർഗാത്മക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ വായിച്ചെടുക്കുന്നത്. ഹന്ന നല്ലതുപോലെ പാടും. അവൾ രചിച്ച് സംഗീതം ചെയ്ത് പാടിയ പാട്ടുകൾ നമുക്ക് യൂട്യൂബിൽ അവൈലബിളാണ്. ഹന്നയുടെ ആദ്യത്തെ പ്രസിദ്ധീകരിച്ചു വരുന്ന ഗ്രന്ഥമാണിത്. ഒരു വളരെ സവിശേഷമായൊരു ക്രൈസ്റ്റ് പ്രസൻസ്, ക്രിസ്തു സാന്നിധ്യം അവളുടെ ഈ വരികൾക്കിടയിലൊക്കെ ഉണ്ട്, അവളുടെ ജീവിതത്തിൽ എന്ന കണക്ക് തന്നെ. ആദ്യത്തെ കഥ തന്നെ റേച്ചൽ എന്ന് പറയുന്നൊരു പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട 10 വയസ്സുള്ളൊരു പെൺകുട്ടി വളരെ ദരിദ്രമായ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നു. അവളുടെ മുഴുവൻ സ്നേഹവും കെട്ടിക്കിടക്കുന്ന സ്നേഹവും അവൾ നിക്ഷേപിക്കുന്നത് അവൾ വളർത്തുന്ന ഒരു പനിനീർ ചെടിയിലാണ്. അതിലാവട്ടെ പൂക്കൾ ഉണ്ടാവുന്നുമില്ല. എന്നിട്ടും മറ്റുള്ളവരുടെ പരിഹാസമൊക്കെ സൈലൻറ്റ് ചെയ്തിട്ട് ഈ കുട്ടി ഈ തനിക്കുള്ള മുഴുവൻ സ്നേഹവും തൈച്ചെടിയിലേക്ക് നിക്ഷേപിക്കുക. അങ്ങനെ ഒരുപക്ഷെ സ്നേഹത്തിൻ്റെ ഒരു മാജിക് എന്ന് വിശേഷിപ്പിക്കാം. അതിനകത്തുനിന്ന് ഒരു പൂവുണ്ടാവുന്നു. ഇങ്ങനൊരു പശ്ചാത്തലത്തിലാണ് ഈ കഥ ആരംഭിക്കുന്നത്. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം നസ്രത്തിലെ യേശുവിനെ കാണുക എന്നുള്ളതാണ്. അന്ന് ആ മനുഷ്യനായിരുന്നു ആ ദേശത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചർച്ച. ഒരു ദിവസം അവൾക്ക് അയാളെ കാണാനുള്ളൊരു ഭാഗ്യം കൂടി കിട്ടി. അത് വളരെ ചെറിയൊരു നേരമായിരുന്നു. പക്ഷേ ആ ഒരു ചെറിയ നേരത്തിനിടയിൽ അവൾക്ക് സമാധാനവും സ്നേഹവും ശാന്തിയും ഒക്കെ കിട്ടുന്നുണ്ട്. വൈകാതെ അവൾ അറിയുന്നു താൻ ഇത്രയും സ്നേഹിക്കുന്ന, ഇത്രയും പ്രണമിക്കുന്ന ആ മനുഷ്യൻ വൈകാതെ കൊല്ലപ്പെടും. കാര്യങ്ങളൊക്കെ അയാൾക്കെതിരായിട്ട് മാറുകയാണ്. അവസാനമായിട്ട് ഇയാളെ കാണാനായിട്ട് ഈ ചെറിയ മകൾ ആൾക്കൂട്ടത്തിനിടയിൽ ഓടിപ്പോവുകയാണ്. ആൾക്കൂട്ടത്തിലേക്ക് ഓടിപ്പോവുകയാണ്. അവിടുത്തെ പാദങ്ങളിൽ അർപ്പിക്കാനായിട്ട് താൻ ഏറ്റവും സ്നേഹം ചൊരിഞ്ഞ് സ്നേഹം കൊണ്ട് മാത്രം തളർത്തു പൂവിട്ടെന്ന് താൻ വിശ്വസിക്കുന്ന ആ പൂച്ചെടിയിൽ നിന്ന് അവളൊരു പനിതീർപ്പൂ കരുതുന്നുണ്ട്. എന്നാൽ ആൾക്കൂട്ടം വലിയ കടമ്പയാവുന്നു. അതിൽ തട്ടി അവൾ വീഴുമ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ഈ പൂക്കളൊക്കെ അല്ലെങ്കിൽ ദളങ്ങളൊക്കെ ഇങ്ങനെ ചൊരിഞ്ഞു പോവുകയാണ്, വിതറിയുക. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉപഹാരം, ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ ചരണങ്ങൾ അർപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന വ്യസനത്തിൽ അവൾ നിൽക്കുമ്പോൾ ഒരു കാറ്റ് വന്നിട്ട് ഈ പൂക്കളെയൊക്കെ പറത്തി അവൻ്റെ കാൽപാദങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. യേശു അവളെ നോക്കി അവൾ വിചാരിക്കുക. വൈകാതെ ഈ കുട്ടിക്ക് ജ്വരബാധ ഉണ്ടാകുന്നു, പനിച്ചു കിടക്കുന്നു. കഥ കുറച്ചുകൂടി മുമ്പോട്ട് പോകുന്നുണ്ട്. പറഞ്ഞു വരുന്നത് ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഈ യേശുവിനെ തൻ്റേതായ രീതിയിൽ വായിച്ചെടുക്കുക എന്നുള്ളതാണ്. ഓരോരോ കാലങ്ങളിൽ മനുഷ്യർ ഓരോ രീതിയിൽ യേശുവിനെ വായിച്ചിട്ടുണ്ട്. അന്നയുടെ ഈ കഥ കുറച്ച് ലളിതമെന്ന് തോന്നുമെങ്കിൽ പോലും അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ബെൻഹർ എന്ന് പറഞ്ഞ ഒരു സിനിമയാണ്. അത് ഇതിലാദ്യമായിട്ട് കണ്ട ഒരു ഇംഗ്ലീഷ് ചിത്രം അതായിരുന്നു. എല്ലാ കാര്യങ്ങളും അത്ര ഡീറ്റെയിൽഡായിട്ട് ഓർക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ അതിൻ്റെ ചില വിഷ്വൽസൊക്കെ ഇപ്പോഴും ശക്തമായിട്ടുണ്ട്. അതിൻ്റെ കേന്ദ്ര കഥാപാത്രം ബെൻഹർ എന്ന് തന്നെ സർനെയിമുള്ള ആ ഒരു മനുഷ്യൻ ഇങ്ങനെ പലതരം അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ട് യേശുവിലേക്ക് എത്തുന്നൊരു കഥ തന്നെയാണ് അത്. അയാളെ അഭയമായിട്ട് കരുതുന്ന
കുഷ്ഠരോഗമുള്ള 2 പേര് കൂടെയുണ്ട്. യേശുവിനെ ഇവരെ സൗഖ്യപ്പെടുത്താൻ പറ്റുമെന്നൊക്കെ ഓർത്തിട്ട് ഒരു യാത്ര പോകുമ്പോഴാണ്, അവിടേക്ക് യാത്ര തിരിക്കുമ്പോഴാണ് ഇങ്ങനെ യേശു ഇങ്ങനെ കുരിശുമരണത്തിന് വിധേയപ്പെട്ടെന്നൊക്കെ വാർത്ത അറിയുകയും അവിടേക്ക് എത്താനായിട്ടുള്ള ഇവരുടെ ശ്രമങ്ങളൊക്കെ പാതി വഴിയിൽ അവസാനിക്കുകയും ഒരാൾ മാത്രം ഈ കുരിശിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയും അവൻ്റെ മരണം കാണുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു വല്ലാത്തൊരു മഴപ്പെയ്ത്തുണ്ട്. ആ മഴപ്പെയ്ത്തിന് ഈ മനുഷ്യൻ്റെ നിണവും ജലവും കൂടി ഇങ്ങനെ ഒഴുകുകയാണ്. അതിങ്ങനെ ഒഴുകി ഈ പറഞ്ഞ കുഷ്ഠരോഗം പിടിപെട്ട അമ്മയുടെയും മകളുടെയും മുമ്പിലൂടെ ഒഴുകുന്ന ഒരു വെള്ളം കുടിക്കാനായുന്ന ഒരു ഉറവയുടെ ഭാഗമായി മാറുകയും അതിൽ നിന്ന് അവർ ഇങ്ങനെ വെള്ളം കോരിയെടുക്കുമ്പോൾ അവർക്ക് സൗഖ്യമുണ്ടാകുകയും ചെയ്യുന്നൊരു കഥയാണ് ബെൻഹർ. ക്ലാസിക് വർക്കാണ്. അതേ പേരിലുള്ള ഒരു ക്ലാസിക് നോവലിനെ അപഗ്രഥിച്ച് പല പ്രാവശ്യമായിട്ട് പുതുക്കി വരുന്നൊരു ചിത്രം കൂടിയാണിത്. ഞാൻ വിചാരിക്കുന്നു ഞാൻ കണ്ട പടം എന്നൊക്കെ പറയുന്നത് അതിന് 2ാമത്തെ ഒരു പുതുക്കിയ വേർഷനായിരിക്കും. അക്കാലങ്ങളിൽ ഏറ്റവും വിലപിടിപ്പുള്ള, ഏറ്റവും ഇങ്ങനെ സമ്പത്ത് ആവശ്യമുള്ളൊരു ചിത്രമായിട്ടൊക്കെ ആ ഡെക്കഡുകളിൽ ഗണിക്കപ്പെട്ട പടമാണ് ബെൻഹർ. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അതൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കാം നമ്മുടെ ഒരു പുതിയ സങ്കേതങ്ങളിൽ. അപ്പോൾ യേശുവിനെ ഓരോരുത്തരും കണ്ടുമുട്ടുന്നൊരു രീതിയുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടെന്ന് പറയാനായിട്ടാണ് ഞാൻ ഈ ഒരു കൊച്ചു വർത്താനമൊക്കെ നമ്മളോട് പറയുക. ജിബ്രാൻ്റെ അടുക്ക് ജിബ്രാൻ കണ്ടെത്തുന്ന യേശു, ജിബ്രാൻ തൻ്റെ മനസ്സിൽ രൂപപ്പെടുത്തിയൊരു യേശുവാണ്. അല്ലെങ്കിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ യേശുവിൻ്റെ ഒത്തിരി കഥകൾ കേട്ടിട്ടുണ്ട്. ഒരു പുരോഹിതൻ അയാൾക്ക് ഇങ്ങനെ യേശുവിൻ്റെ കഥകളൊക്കെ വായിച്ചു കൊടുക്കുന്നുണ്ട്. അന്നയാൾ തീരുമാനിക്കുകയാണ്, എന്തെങ്കിലും ഒരു നാൾ ഞാൻ എൻ്റേതായ രീതിയിൽ യേശുവിനെക്കുറിച്ച് എഴുതും. അങ്ങനെയാണ് ആ മനുഷ്യപുത്രനായ യേശു എന്ന് പറയുന്ന വളരെയേറെ സ്നേഹിക്കപ്പെടുന്ന ഗ്രന്ഥം ഉണ്ടാകുന്നത്. സുവിശേഷകർ പറയുന്ന ഒരു ക്രമത്തിലോ അതിൻ്റെ ഒരു ആഭിമുഖ്യത്തിലോ അല്ല ജിബ്രാൻ്റെ ആ ഗ്രന്ഥം രൂപപ്പെട്ടിരിക്കുന്നത്. കുറേ അധികം മനുഷ്യർ യേശുവിനെ എങ്ങനെയാണ് വായിച്ചെടുക്കുന്നത്, യേശുവിനെ എങ്ങനെയാണ് ആലോചിച്ചെടുക്കുന്ന മട്ടിലാണ് ആ പുസ്തകം രൂപപ്പെടുത്തിയിരിക്കുന്നത്. കുറേയൊക്കെ നമുക്ക് പരിചയമുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ്. മേരി ഓർമ്മിച്ചെടുക്കുന്നു, പീലാത്തോസ് ഓർമ്മിച്ചെടുക്കുന്നു, ഇങ്ങനെ കുറേ ബൈബിൾ കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. മേരി മാഗ്ദലിനെ ഓർമ്മിച്ചെടുക്കുന്നു, തെറ്റിൽ പിടിക്കപ്പെട്ട സ്ത്രീ ഓർമ്മിക്കുന്നു. ഇതൊക്കെ ബൈബിളിനകത്ത് തന്നെയുള്ള, സുവിശേഷത്തിൽ തന്നെയുള്ള കഥാപാത്രങ്ങളാണ്. പക്ഷെ നമുക്ക് പരിചയമില്ലാത്ത കഥാപാത്രങ്ങൾ അതിനകത്ത് ഒത്തിരി ഉണ്ട്. ഒരു ചെരുപ്പൂത്തിയായൊരു മനുഷ്യൻ ഓർമ്മിച്ചെടുക്കുന്നു. അക്കാലത്ത് ലൊജീഷ്യൻ ഇങ്ങനെ യേശുവിനെ ഓർമ്മിച്ചെടുക്കുന്നു. ചിലർക്ക് അവനോട് തർക്കങ്ങളുണ്ട്, വിയോജിപ്പുണ്ട്. എന്നിട്ട് ഉള്ളിൽ അവനോടൊരു മതിപ്പ് ഇവരെല്ലാവരും പുലർത്തുന്നുണ്ട്. ഓരോരുത്തരും അവരവരെ യേശുവിനെ കണ്ടെത്തിയ, അങ്ങനെ പലരായിട്ട് കണ്ടെത്തിയ യേശുവിനെ തുന്നിച്ചേർത്തിട്ടാണ് ഈ ജീസസ് സൺ ഓഫ് മാൻ എന്ന് പറയുന്ന ആ വിശിഷ്ട ഗ്രന്ഥം രചിക്കപ്പെടുക. ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം അർഹിക്കുന്ന വിധത്തിലാണ് യേശുവിൻ്റെ സാന്നിധ്യമെന്നാണ് ഞാൻ വിശ്വസിക്കുക. മനുഷ്യർക്ക് ഓരോരുത്തർക്കും അവരവർക്കിണങ്ങിയ മട്ടിൽ യേശുവിനെ വ്യാഖ്യാനിക്കേണ്ട ബാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്ന അക്കോർഡിംഗ് ടു മാത്യു, അക്കോർഡിംഗ് ടു ലൂക്ക് എന്നൊക്കെ പറയുന്ന വിശേഷണത്തിൽ പോലും അത് കിടപ്പുണ്ട്. മലയാളത്തിൽ നമ്മൾ മാത്യു അറിയിച്ച സുവിശേഷമെന്നോ മാത്യു എഴുതിയ സുവിശേഷം എന്നൊക്കെ പറയുമ്പോൾ ഒരു പൊതുവെ ഒരു കോമൺ ഇംഗ്ലീഷ് റീഡിങ്ങിനകത്ത് നമ്മൾ വായിക്കുന്നത് ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യു, ഗോസ്പൽ അക്കോർഡിംഗ് ടു മാർക്ക്, ഗോസ്പൽ അക്കോർഡിംഗ് ടു ലൂക്ക് എന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്താണ്? മാത്യുവിനെ മനസ്സിലാക്കിയത് കണക്ക്, മാത്യു കണ്ടെത്തിയ കണക്ക്, മാർക്ക് കണ്ടെത്തിയ കണക്ക്, ലൂക്ക് കണ്ടെത്തിയ കണക്ക്. ഇതിൻ്റെ അർത്ഥം ഈ പൂർണ്ണമായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല യേശു. നമ്മളൊരു വലിയൊരു പ്രതിമയുടെ മുമ്പിൽ നിൽക്കുന്ന കണക്കാണ്. കർണാടകയിലൊക്കെ അത്തരം ചില ശ്രാവണബലകളിലൊക്കെ അത്തരം ചില പ്രതിമകളുണ്ട്. ഗോമതേശൻ്റെ പ്രതിമ തന്നെ എടുക്കുക. ദൂരത്ത് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വിഷൻ കിട്ടും. പക്ഷേ അതിനടുത്ത് വരുമ്പോഴേക്കും അതിൻ്റെ ഒരു തള്ളവിരലിൻ്റെ നഖം പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം അത്രയും വലിപ്പമുള്ള, അത്രയും പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമായതുകൊണ്ടായിരിക്കണം ഇത്തരം പാർശ്വവീക്ഷണങ്ങൾക്ക് എപ്പോഴും പ്രസക്തി ഉണ്ടാവുക. ആർക്കും ഏതൊക്കെയോ രീതിയിൽ യേശുവിനെ വായിച്ചെടുക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കേണ്ട ഏറ്റവും വലിയ ഭംഗിയുള്ള, ചാരിതയുള്ള തലമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളൊക്കെ വായിച്ചെടുക്കുമ്പോൾ ചിലെങ്കിലും ചോദിക്കാറുണ്ട്, ഇത് ശരിക്കും അങ്ങനെ തന്നെ ആയിരുന്നോ? അങ്ങനെയല്ല. ഒരാൾ വർഷങ്ങൾക്ക് ശേഷം സജീവമെന്ന് വിശ്വസിക്കുന്ന ഒരു ചൈതന്യത്തെ വായിച്ചെടുക്കുമ്പോൾ അയാളുടെ ഒരു പ്രത്യേക കാഴ്ചപ്പാടിലൂടെ ഈ കാര്യങ്ങളെ ഒന്ന് റീവിസിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടത് യാതൊരു വിധത്തിലും ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാക്കുന്നൊരു ഘടകമല്ലിത്. നമ്മളിതിനെ പറയുന്നത് കോംപ്ലിമെൻ്ററി എന്നാണ്. പലതരം മനുഷ്യർ പല രീതിയിൽ വ്യാഖ്യാനിച്ചെടുക്കേണ്ട വിധത്തിൽ
വൈവിധ്യമാർന്ന വിധത്തിലുള്ള ഒരു വലിയ അനുഭവത്തിൻ്റെ പേരാണ് യേശു. എന്തുകൊണ്ടാണ് ഈ 4 സുവിശേഷങ്ങൾ ഉണ്ടാകുന്നത്? ഒരു ജീവചരിത്രമാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരെണ്ണം മാത്രം മതിയല്ലോ. കാനോനികമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ സുവിശേഷം കൂടാതെ പിന്നെയും ഒട്ടനവധി സുവിശേഷങ്ങളുണ്ട് നമുക്കറിയാം. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ കണ്ട രീതിയുടെ പ്രത്യേകതയാണ്. 4 സുവിശേഷങ്ങളാണ് നമ്മൾ പൊതുവേ ഒരു പ്രത്യേക കാലഘട്ടത്തിലായിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ചില ചൊല്ലുകളൊക്കെ കണ്ടുമുട്ടുമ്പോഴും അതിൻ്റെ ചില ആധികാരികയെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ 4 സുവിശേഷങ്ങൾക്ക് വേണ്ടിയും ഐക്കണോഗ്രാഫിയിൽ അങ്ങനെ ഒരു പ്രതീകങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ചില ശീലങ്ങളെടുത്താൽ നല്ലതാണ്. 4 പ്രതീകങ്ങളുണ്ട് സുവിശേഷകർക്ക് വേണ്ടി. മാത്യുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന പ്രതീകം എന്ന് പറയുന്നത് ഒരു ചിറകുള്ള ഒരു മനുഷ്യൻ വേണമെങ്കിൽ മാലാഖ എന്ന് കരുതാം. ഇല്ലെങ്കിൽ മാർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സിംഹമാണ്. ലൂക്കുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നത് ഒരു കാളയാണ്. യോഹന്നാനുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നത് ഒരു പരുന്തെന്നോ അല്ലെങ്കിൽ കഴുകെന്ന് ഈഗിൾ, ഒരു പരുന്ന് തന്നെ വിശേഷിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഇങ്ങനെ ഒരു 4 പ്രതീകങ്ങൾ ഈ 4 സുവിശേഷങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നതിന് എന്തുകൊണ്ടായിരിക്കണം? 4 പേരും യേശുവിൻ്റെ 4 അംശങ്ങൾക്കകത്ത് കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. അവരതിൻ്റെ കണ്ണിലൂടെ ഈ കാര്യങ്ങളെ കാണാനായിട്ട് ശ്രമിക്കുകയാണ്. യേശുവിൻ്റെ ഒരു മനുഷ്യൻ എന്ന നിലയിലുള്ള ഒരു വായനയാണ് മാത്യുവിൽ സംഭവിക്കുക. അതുകൊണ്ടാണല്ലോ യേശുവിൻ്റെ വംശാവലിയിലൊക്കെ ഈ കാര്യങ്ങൾ ആരംഭിക്കുക. മാർക്കിൽ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ സിംഹം ഒരു പ്രതീകമായിട്ട് മാറുന്നത്? അതിൻ്റെ ഒരു അജയ്യമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ശക്തിയൊക്കെ ഉണ്ട്. അത് എല്ലാ ദേശങ്ങളിലും അങ്ങനെ ഒരു പ്രതീകമായിട്ട് എടുക്കുന്നുണ്ട്. വിശേഷിച്ചും ആ യഹൂദ സങ്കല്പത്തിലൊക്കെ അത് ദാവീദൊക്കെ ആയിട്ട് കുറച്ച് കണക്റ്ററാണ്. ലയൺ ഓഫ് ഒരു രീതിയിലുള്ള ഒരു വിശേഷണമൊക്കെ ദാവീദിന് നൽകപ്പെടുന്നുണ്ട് ആ ഒരു ജൂയിഷ് ഹിസ്റ്ററിക്കകത്തൊക്കെ. പിന്നെ യേശുവിൻ്റെ റെസറക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ പ്രതീകം പോലും ഇങ്ങനെ പരിഗണിക്കപ്പെടുന്നുണ്ട്. കാരണം സിംഹം ഉറങ്ങുന്നത് ഈ കണ്ണ് തുറന്നാണെന്നൊക്കെ ഉള്ളൊരു സങ്കല്പമുണ്ട്. ഒരിക്കലും മയക്കമില്ലാത്ത അവസാനിക്കാത്ത ജീവിതത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ട്. അപ്പോൾ വേറൊരു തലമാണ് ഈ അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. ലൂക്കിലേക്ക് എത്തുമ്പോൾ അതൊരു ബലിമൃഗമാണ്. കാളയെന്നൊക്കെ പറയുന്നത് വിശേഷിച്ചും ഇതര സംസ്കാരങ്ങൾക്കകത്ത് ലൂക്ക സുവിശേഷം എഴുതുന്നത് തന്നെ ജൂസിനെ ഉദ്ദേശിച്ചിട്ടല്ല, മറ്റു ധർമ്മങ്ങളുള്ള മനുഷ്യരെ ഉദ്ദേശിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഒരു ധർമ്മത്തിലും വിശ്വസിക്കാത്തവർക്ക് വേണ്ടിയാണ്. അവിടെയൊക്കെ ഇങ്ങനെ ഒരു ബലിമൃഗമെന്ന നിലയിൽ ഈ കാളയെ കരുതപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു ബലിമൃഗമായിട്ട് മാറുന്നൊരു യേശു. വാസ്തവത്തിൽ ലൂക്കിൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ സക്കറിയ ദേവാലയത്തിൽ ബലിയർപ്പിക്കുന്ന കഥ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ത്രെഡ് വളരെ ക്ലിയറാണ്. ജോണിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ പറയുന്ന ആ ഈഗിളായിട്ട് മാറുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചെന്നാൽ അതിന് എത്ര ഉയരത്തിൽ വേണമെങ്കിലും പറക്കാൻ പറ്റും. അതുകൂടാതെ അക്കാലത്തൊക്കെ അവർ ദേശക്കാർ വിചാരിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെ സൂര്യൻ്റെ കണ്ണിലേക്ക് നോക്കാൻ പറ്റുന്ന ഒരു പക്ഷിയുടെ പേരാണ് ഈഗിൾ എന്നുള്ളത്. കണ്ണുപൊട്ടില്ല. അപ്പോൾ ദൈവിക രഹസ്യങ്ങളുടെ മർമ്മത്തിലേക്ക് നോക്കാൻ പറ്റുന്ന വിധത്തിൽ പ്രകാശം കിട്ടുന്ന ഒരു സുവിശേഷ സാധനയാണ് ജോണിൻ്റേത്. അതുകൊണ്ടാണ് വളരെ കുറച്ചാണ് ഈ ഉപമകളൊക്കെ ഉപയോഗിക്കുന്നത്. ഉപമകൾ കുറച്ചുണ്ടാവാം, പക്ഷെ കഥകൾ തീരെ ഇല്ലെന്ന് തന്നെ വേണേൽ പറയാം. കാരണം അതിനാവശ്യമില്ല. മാത്യു ഈ പറയുന്ന തലമുറകളുടെ വംശാവലിയിൽ നിന്ന് ആരംഭിക്കുമ്പോൾ എവിടെ നിന്നാണ് ജോൺ ആരംഭിക്കുന്നത്? ജോൺ ആരംഭിക്കുന്നത് വളരെ സ്ട്രെയിറ്റാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു. വേറൊരു പ്ലെയിനിൽ നിന്ന് ആരംഭിക്കുന്നത്. ചുരുക്കത്തിൽ യേശു എന്ന് പറയുന്ന ഒരു സത്യത്തെ 4 തരം കളേർഡ് ഗ്ലാസ് എന്ന് പറയുന്നത്, നമ്മൾക്ക് ഈ ചിത്രപ്പണിയുള്ള അലങ്കരിച്ച ഗ്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ ഈ പള്ളികളൊക്കെ ഉപയോഗിക്കുന്നത്, അത് കണക്കുള്ള 4 ചില്ലുകളിൽ നിന്ന് ഇവർ കാണുമ്പോൾ അവർ കണ്ട ആ കാഴ്ചയ്ക്ക് അവർ കുറച്ചുകൂടി എന്ത് ചെയ്യുന്നുണ്ട്? പ്രസക്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യകാലം തൊട്ട് അങ്ങനെയായിരുന്നു. അക്കോർഡിംഗ് ടു നമ്മുടെ ഒരു ചലഞ്ച് ഇതാണ്, നമുക്കൊരു സുവിശേഷം എഴുതാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരു 5ാമത്തെ സുവിശേഷത്തിനുള്ള സാധ്യത കൊണ്ടാണ് വ്യക്തിപരമായ ഒരു രക്ഷയുടെയോ വ്യക്തിപരമായൊരു പ്യൂരിഫിക്കേഷൻ്റെ ഒക്കെ ഒരു പ്രസക്തി ഉണ്ടാകുന്നത്. ഓരോരുത്തർക്കും ഗോസ്പൽ അക്കോർഡിംഗ് ടു ജോഷി, ഗോസ്പൽ അക്കോർഡിംഗ് ടു ബോബി, എന്താ കുഴപ്പം? ഗോസ്പൽ അക്കോർഡിംഗ് ടു ആരൊക്കെയാണോ എക്സ് ഓർ വൈ, ഓരോരുത്തർക്കും അവരുടെ ഒരു അക്കോർഡിംഗ് ടു ജീസസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വ്യത്യാസം. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, കേസരസ് ഫിലിപ്പിൽ വെച്ച് യേശു ശമയോട് ചോദിക്കുന്നത് അത് തന്നെയാണ്. ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണ്? നിങ്ങൾ എന്നെക്കുറിച്ച് ദേശക്കാരെന്താ പറയുന്നത്? എന്നെക്കുറിച്ച് നിങ്ങൾ എന്താ കേട്ടത്? അപ്പോൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്.
അത് ഓരോരുത്തരും അവരവരുടെ ഒരു സ്ലാങ് അനുസരിച്ചിട്ട് അവരവരുടെ ചില പോയിന്റ് ഓഫ് ആംഗിളിൽ നിന്ന് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുകയാണ്. പെട്ടെന്ന് ആ ചോദ്യം വളരെ പേഴ്സണലായിട്ട് യേശു മാറ്റുന്നുണ്ട്. എന്നെക്കുറിച്ച് നിങ്ങളെന്താ പറയുന്നത്, നീ എന്താ പറയുന്നത്? അപ്പോൾ ഒരു അവനവൻ യേശുവിനെക്കുറിച്ച് കരുതുന്ന, അവനവൻ യേശുവിനെക്കുറിച്ച് വായിച്ചെടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ധാരണ ഉണ്ടാവേണ്ട, വ്യക്തത ഉണ്ടാകുന്ന ഒരു വൈകിയ വേള ഇത്. അല്ലെങ്കിൽ ഇത് മറ്റാരുടെയോ ജീവചരിത്രമായിട്ട്, ചരിത്രത്തിലുണ്ടായ നമ്മൾ വായിച്ച് കേൾക്കുന്ന പലരുടെ ജീവചരിത്രങ്ങൾ ഒന്നായിട്ട് സുവിശേഷം ചുരുങ്ങും. അപ്പോൾ അക്കോർഡിംഗ് ടു മീ പലതരം വായനകൾ സാധ്യമാണെന്ന് ചരിത്രം നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. ഏതൊക്കെ രീതിയിൽ ആണ് യേശു വായിക്കപ്പെടുന്നത്? ഇപ്പോൾ നമ്മുടെയൊക്കെ കാലത്തിനകത്ത് ഉണ്ടായ ലിബറേഷൻ തിയോളജി എന്ന് പറയുന്നത് അതൊരു യേശുവിൻ്റെ നീതിബോധത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വായനയായിരുന്നു. നീതിയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിചാരമായിട്ട് അവർ കണക്കാക്കിയത്. ആ ആംഗിളിൽ നിന്ന് വായിക്കുമ്പോൾ ഇത് ശരിയാണെന്ന് നമുക്ക് തോന്നും. അഷ്ടഭാഗ്യം എന്ന് പറയുന്നത് യേശുവിൻ്റെ മൂല്യബോധങ്ങളുടെ ഒരു പട്ടികയാണ്. ഒരു പ്രഭാതത്തിൽ 1, 2, 3 യേശു അക്കമിട്ട് പറഞ്ഞ കാര്യങ്ങളെ നമുക്കറിയാം. എൻ്റെ മൂല്യബോധങ്ങൾ ഫിൽട്ടർ ചെയ്ത് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ മാറ്റി ഉണ്ടാക്കുന്ന പറയുന്ന കുറച്ചുകൂടി ശരി. അതിനകത്ത് ആവർത്തിക്കപ്പെടുന്നൊരു മൂല്യം നീതി തന്നെയല്ലേ. നീതിക്ക് വേണ്ടി വിശക്കുന്നവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വേണ്ടി പരിക്കേറ്റവർ ഭാഗ്യവാന്മാർ. അപ്പോൾ മൂല്യങ്ങളുടെ മൂല്യമായിട്ടൊരാൾ നീതിയെ അഷ്ടഭാഗ്യങ്ങൾ കണ്ടെത്തുകയും അതാണ് യേശു ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് കൊടുത്തതെന്ന് കണക്കാക്കി ജീവിക്കുകയും ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് ലിബറേഷൻ തിയോളജി, വിമോചന ദൈവശാസ്ത്രമൊക്കെ രൂപപ്പെടുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ വലിയ വ്യത്യാസം ഉണ്ടാക്കിയ മനുഷ്യരുടെ സാധാരണ ജീവിതങ്ങളിലേക്ക് ദൈവശാസ്ത്രം ഇറങ്ങി വന്ന ഒരു കാലം കൂടിയായിരുന്നു ഈ വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ കാലം. കടപ്പുറത്തൊക്കെ ഞാൻ ഓർക്കുന്നു, ഞങ്ങളൊക്കെ സ്കൂൾ കുട്ടികളായിരുന്നു. അന്ന് വലിയൊരു വാർത്തയായിരുന്നു ഈ കടലിൽ പണിക്ക് പോകുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഈ വൈദികരും കന്യാസ്ത്രീകളുമൊക്കെ ഇങ്ങനെ കടലോരത്ത് തന്നെ പന്തൽ കെട്ടി ഉപവസിക്കുന്നത്. തോമസ് കോച്ചേരി തുടങ്ങിയ വലിയ മനുഷ്യരെ വെറുതെ പ്രണാമത്തോടെ ഓർമ്മിച്ചു പോവുകയാണ്. യുദ്ധകാലം മുഴുവൻ കടപ്പുറത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹവാസം. ഇതൊക്കെ ഓരോരുത്തരും യേശുവിനെ വായിച്ച രീതിയുടെ പ്രത്യേകതയാണ്. ഒരു സ്ത്രീപക്ഷ വായന ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അത്തരം സ്ത്രീപക്ഷ വായനക്കുമൊക്കെ ഇടമുണ്ടെന്നുള്ള പറയാനാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ മാർത്തയുടെ കഥ എടുക്കുക. മാർത്ത യേശു നീ പല കാര്യങ്ങളിൽ വ്യാപൃതയാകുമെന്ന് പറയുന്നൊരു കാര്യത്തിനകത്ത് ഒരേ ഒരു കാര്യം മാത്രം മതി, മേരിയെപ്പോലെ കാൽപാദങ്ങളിരിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു സ്ത്രീപക്ഷ വായന എന്തായിരിക്കും? ഒരു സ്ത്രീയുടെ ഏറ്റവും കൂടുതൽ സമയം അവൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് ഈ വീടിനെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത്, അതിൻ്റെ ഭൗതികമായ സാഹചര്യം മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വമായി ബന്ധപ്പെട്ട വളരെയേറെ മണിക്കൂറുകൾ ഇങ്ങനെ അടുക്കളയിൽ നിൽക്കേണ്ടി വരുന്നു. പിന്നെ വീട് വൃത്തിയാക്കുക, വസ്ത്രങ്ങളൊക്കെ ഇടുക, അങ്ങനെ ഒരു ഡൊമസ്റ്റിക്കായ കാര്യങ്ങൾക്കകത്ത് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ത്രീയോട് കുറച്ചുകൂടി ആനുപാതികമായിട്ട് മാത്രം അതിന് വേണ്ടി ചിലവഴിച്ചാൽ മതി. ഇത്രയും മണിക്കൂറൊക്കെ എന്തിനാണ് ഈ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ അടുക്കളക്കകത്തുനിന്നൊക്കെ പുറത്ത് വരാനുള്ള ക്ഷണമായിട്ട് ഒരു സ്ത്രീപക്ഷ വായന ഉണ്ടാകുന്നത് എന്താ കുഴപ്പം? അപ്പം ആർക്കും തങ്ങളുടെ ചില ആഭിമുഖ്യങ്ങൾക്കനുസരിച്ചിട്ട് വായിച്ചെടുക്കാവുന്ന വിധത്തിലുള്ള സ്വാതന്ത്ര്യം ആ പുതിയ നിയമം അനുവദിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം. അതിൻ്റെ ഭംഗിയുള്ള വായനകൾ ചലച്ചിത്രങ്ങളിലും നോവലുകളിലും സിനിമയിലും ഒക്കെ നടക്കുന്നു എന്നുള്ള സന്തോഷം പറഞ്ഞ് ഈ കൊച്ചുവർത്താനം അവസാനിപ്പിക്കുമ്പോൾ ഈ വർഷം വേസ്റ്റ്ലാൻഡിൻ്റെ 100ാമത്തെ വർഷമാണ്. അത് വേസ്റ്റ്ലാൻഡ് എഴുതിയിട്ട് തരിശുഭൂമി എന്നൊക്കെ പറയുന്ന T.S. എലിയറ്റിൻ്റെ ലോകത്തിലെ ലോക സാഹിത്യത്തിൽ തന്നെ സ്വാധീനിച്ചിട്ടുള്ള അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് കരുതാവുന്നൊരു കൃതിയാണ് ഈ വേസ്റ്റ്ലാൻഡ്. ഏപ്രിൽ എത്ര ക്രൂരയാണെന്നൊക്കെയുള്ള ചില വരികളൊക്കെ നമ്മൾ ഒരുപക്ഷെ കവിത വായിക്കാത്തവരുടെ ഉള്ളിൽ പോലും കിടപ്പുണ്ടാകും. അതൊക്കെ വരുന്നത് ഇതിനകത്തുനിന്നാണ്. അപ്പോൾ അതങ്ങനെ അവസാനിക്കുന്നത് ഒരു ഭാരതീയ പശ്ചാത്തലത്തിലുള്ളൊരു സംഭവം പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ ഭാരതത്തിൽ നിന്ന് രൂപപ്പെട്ട ഒരു ഭംഗിയുള്ള ഒരു കഥ പറഞ്ഞുകൊണ്ടാണ്. മേഘങ്ങൾ എന്ത് പറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു 5ാമത്തെ സെഗ്മെൻറ്റ്. 5 പോർഷനായിട്ടാണ് ആ കവിത ഇങ്ങനെ ഇങ്ങനെ വിഭജിച്ചിരിക്കുന്നത്. അതിനകത്ത് ഒടുവിലത്തെ പോർഷൻ എങ്ങനെയാണ് മേഘങ്ങൾ പറഞ്ഞത്? അതിങ്ങനെ ആകാശത്ത് നിന്ന് കേട്ടൊരു ശബ്ദമാണ്, ദാ എന്നൊരു ശബ്ദം മാത്രമാണ്. ദാ എന്നൊരു ശബ്ദം മുഴങ്ങുമ്പോൾ 3 തരം മനുഷ്യർ ഈ ദായെ മനസ്സിലാക്കുന്ന 3 തരത്തിലാണ്. ഒരു കൂട്ടരിങ്ങനെ ഒന്നും കൈവിട്ട് കൊടുക്കാതെ എല്ലാം തങ്ങളിലേക്ക് മാത്രം സൂക്ഷിക്കുന്ന, ഈ മുഷ്ടി ചുരുട്ടി കണക്ക് ജീവിച്ചിരിക്കുന്ന, ഒരിക്കലും കൈ തുറക്കാൻ തയ്യാറാകാത്ത മനുഷ്യർ. അവരാ ദായം മനസ്സിലാക്കുന്നത് ദാനം കൊടുക്കുക എന്നുള്ള നിലയിലാണ്. വേറൊരു കൂട്ടർ ഭയങ്കര ഹാർഡാണ്.
നമ്മളുടെയൊക്കെ ഒരു ഭാഷയിൽ കുറച്ചുകൂടി അസുര സ്വഭാവമുള്ളതെന്നൊക്കെ കരുതാവുന്നവർ, അവരതായി മനസ്സിലാക്കുന്നത് എമ്പതി ആയിട്ട്, ദയയായിട്ട്. വേറൊരു കൂട്ടർ വളരെ നല്ലവരാണ്, പോയറ്റിക്കായിട്ടൊക്കെ ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ഒരുപക്ഷെ ആ സമൂഹത്തിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരൊക്കെ തന്നെയാണ്. പക്ഷേ അവർക്കൊരു കുഞ്ഞു പ്രശ്നമുണ്ട്, അവർക്ക് നിയന്ത്രണമില്ലാത്ത, ക്രമമില്ലാത്ത മമതകളുണ്ട്. അത്തരം മമതകളെ ഫോസ്റ്റർ ചെയ്യുന്ന ചില പരിസരങ്ങളിലാണ് അവരാ ഇതായി മനസ്സിലാക്കുന്നത് ദമത്വം അല്ലെങ്കിൽ ദമം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ്. അവനവനെ തന്നെ കുറേ കൂടി നിയന്ത്രിക്കുക. പറഞ്ഞു വരുന്നത്, ഒരേ ആകാശത്തിൽ നിന്ന് ഒരു വാക്ക് മാത്രം മുഴങ്ങുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ 3 തരത്തിലാണ് അതിനെ വായിച്ചെടുക്കുന്നത്. ആ സ്വാതന്ത്ര്യം എല്ലാ ജ്ഞാനപാനങ്ങൾക്കകത്തുമുണ്ട് എന്ന് പറഞ്ഞ് ഈ ഒരു സന്തോഷം അവസാനിപ്പിക്കുന്നു. താങ്ക് യു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.